സഹോദരി സഹോദരന്മാരെ, പൗർവിഷൻ കുടുംബത്തിൽ നിന്ന് സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്ന ദിവസമായി തീരട്ടെ. നിങ്ങൾക്ക് വേണ്ടി ദൈവം എത്രമാത്രം കരുതി എന്ന് തിരിച്ചറിയുന്ന ദിവസമായി തീരട്ടെ. ഇന്നത്തെ ദിവസം മറക്കാനാവാത്ത ചില ആത്മീയ അനുഭവങ്ങളുടെ ദിവസമായി തീരട്ടെ. വലിയവനായ ദൈവം കുനിഞ്ഞിറങ്ങി വന്ന്, ആകാശം ചായ്ച്ചിറങ്ങി വന്ന് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ സന്ദർശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വചനം 26 സങ്കീർത്തനം 2 വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. സെൽഫ് എക്സാമിൻ എന്ന് നമുക്കിതിന് പേരിടാം. സ്വയപരിശോധന. യഹോവേ, എന്നെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യണമേ, എൻ്റെ ഹൃദയവും എൻ്റെ അന്തരംഗവും പരിശോധിക്കണമേ. നമ്മളെപ്പോഴാണ് ചെക്കപ്പിന് പോകുന്നത്? പണ്ടില്ലായിരുന്നു, ഇപ്പോൾ ഉണ്ട്. മിക്കവാറും എല്ലാവരും പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? രോഗസാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അത് ഗുരുതരമാകാതിരിക്കാൻ മുന്നമേ കണ്ടെത്തി ചികിത്സിക്കാനാണ് ചെക്കപ്പിന് പോകുന്നത്, അല്ലേ? സെൽഫ് എക്സാമിൻ ഒരു ഡോക്ടർ കുറിച്ച് തരുന്നതനുസരിച്ചാണ് പൊതുവെ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. എന്നാൽ ഹെൽത്ത് ചെക്കപ്പ് എന്ന നിലയിൽ ആരും കുറിക്കാതെയും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പ്രഷർ എങ്ങനെയുണ്ട്, ഷുഗർ എങ്ങനെയുണ്ട്, കൊളസ്ട്രോൾ എങ്ങനെയുണ്ട്, മറ്റ് ചെറിയ പ്രശ്നങ്ങളൊക്കെ പ്രായത്തിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നോക്കണം. ഇവിടെ ഒരുത്തൻ സ്പിരിച്വലായിട്ട് പരിശോധിക്കുകയാണ്. ലോർഡ്, ടെസ്റ്റ് മീ, try me out. Look deep down into my heart and mind. Look deep down into my heart and mind. ദൈവമേ, look deep down into my heart and mind. എന്തൊരു പ്രാർത്ഥനയല്ലേ! എൻ്റെ ദൈവമേ, എൻ്റെ ഉള്ളിലോട്ടൊന്ന് നോക്കണേ. ദൈവം നമ്മോട് അങ്ങനെ അത് ഓക്കെ, നീ നിന്നെ തന്നെ പരിശോധിക്കുക, നീ നിന്റെ ഉള്ളിലേക്ക് നോക്കുക എന്ന് ദൈവം നമ്മോട് പറയുന്നുണ്ട്. നമുക്കതറിയാം. നമ്മളിപ്പോൾ ഒരു വചന ശുശ്രൂഷ പങ്കെടുത്താൽ അതിലൂടെ നമ്മളോട് ദൈവം പറയുന്നത് നീ നിന്നെ തന്നെ കാണുക എന്നാണ്. നമുക്കതിന് വേണ്ടത്ര കഴിവില്ലാതെ വരുമ്പോഴോ? ഉദാഹരണം പറയാം. വിദേശ രാജ്യങ്ങളിൽ ഒന്നില്ല, ഒരു യൗവനക്കാരനെ 22ാമത്തെ വയസ്സിൽ ജയിലിലേക്ക് ഇട്ടു. അവൻ അതിന് തക്ക കുറ്റം ചെയ്തിട്ടാണ്. നീണ്ട 20 കൊല്ലം കഴിഞ്ഞ് അവനെ പുറത്തു വിടുന്നത്. അപ്പൊ 22, 20, 42 വയസ്സായി അവന്. അപ്പൊ യൗവനം അങ്ങ് പോയി. അവൻ പുറത്തേക്ക് ഇറങ്ങി, അവനെ റിലീസ് കിട്ടിയപ്പോൾ അവൻ ആദ്യം ചോദിച്ചത് എന്നാണെന്നറിയാമോ? Can you give me a mirror? എനിക്കൊരു കണ്ണാടി തരുമോ എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? ജയിലിൽ ഇതൊന്നുമില്ല. നമുക്കൊരു വീട്ടില് എത്രയോ കണ്ണാടിയല്ലേ? അലമാരിയിലുണ്ട്, അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്.
പിന്നെ വണ്ടിയെ കയറുമ്പോൾ 1, 2, 3 എല്ലാം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നവരാണ്. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? 20 കൊല്ലമായിട്ട് നിന്നെ കാണാൻ നിനക്ക് പറ്റിയില്ലെങ്കിലോ? മനസ്സിലാകുന്നില്ലല്ലേ ഇതിൻ്റെ ഗൗരവം? എൻ്റെ മുഖവും എൻ്റെ തലയും എൻ്റെ വേഷവും ഒരു ദിവസത്തിൽ പല പ്രാവശ്യം കണ്ടില്ലെങ്കിൽ എനിക്ക് അസ്വസ്ഥതയാണ്. കാരണം മറ്റുള്ളവർ നമ്മളെ മോശമായിട്ട് കാണരുത്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഞാനൊക്കെ വീട്ടിലിരിക്കുമ്പം പോലും ആരെങ്കിലും വരുന്നു എങ്കിൽ ഒന്നുകൂടി ഒന്ന് ഗെറ്റപ്പാകാൻ നോക്കും. അല്ലാത്തപ്പോൾ ഒരു ബനിയനിട്ടാൽ മതിയല്ലോ. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ ദൈവത്തോട് പറയുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ഉള്ളിലോട്ടൊന്ന് നോക്കണേ. ഞാൻ പറഞ്ഞ ആ ചെറുപ്പക്കാരനെ കണ്ണാടിയിലോട്ട് നോക്കിയിട്ട് മുട്ടുകുത്തിക്കാമെന്ന് വീണ്ടും കരഞ്ഞു. അവൻ പറഞ്ഞു, ഇത് ഞാനല്ല. 20 കൊല്ലം കൊണ്ട് അവൻ്റെ ഷേപ്പ് മാറിപ്പോയി. അപ്പം നമുക്ക് നമ്മെ കാണാൻ തനിയെ കഴിയാത്തതുപോലെ നമ്മുടെ ഉള്ളു കാണാൻ നമുക്ക് എത്രയോ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവമേ, എന്നെ പരിശോധിക്കണേ. നമുക്കങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സഹോദരങ്ങളെ അങ്ങ് തന്നെ ടെസ്റ്റ് ചെയ്യണമേ, അങ്ങയുടെ വിശുദ്ധിയിലേക്ക് നടത്തണമേ. ആമേൻ. ബ്ലസ് യു.